ഒരു മിനിറ്റ്, നിങ്ങളുടെ പേരുകൾ കറക്റ്റാ പറയണം. പിന്നെ ഒരാള് ഇതിനകത്തുനിന്ന് ക്രാഷ് ആയിട്ടുണ്ട്, പുള്ളി തിരിച്ചു വരാൻ പറയണം. നോട്ട് ജൂഡ്, സ്റ്റീവ്. ഇല്ല, ഷീൽഡിന്റെ കേസാണെങ്കിൽ അതിനൊരു ഇത് വന്നിട്ടില്ല കേട്ടോ. ആക്ച്വലി ഷീൽഡിന്റെ കേസാണ്. ഒരു മിനിറ്റ്, അൺവാണ്ടഡ് ടോക്സുകൾ പറയരുത്, അത് വേറെ രീതിയിലോട്ട് പോകും. വെറുതെ എന്തിനാ? ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, അത് ബഗ് എക്സ്പ്ലോയിറ്റ് ആയിട്ട് ഇതാക്കിയിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, എക്സ്പോർട്ടിനോടല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തേ? എക്സ്പോർട്ട് അതിനുള്ള ആൻസർ പറയുന്നല്ലേ പറഞ്ഞേക്കുന്നേ? അത് അല്ലല്ല, എക്സ്പോർട്ട് ഇപ്പൊ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള തീരുമാനം ഇതാകുമ്പോൾ ഇപ്പം ഈ ഫ്ലോയിൽ അങ്ങ് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ചുമ്മാ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ആഡ് ചെയ്തിട്ട് പറയുന്ന കേക്കടാ. ഒരു കാര്യം ചോദിക്കട്ടെ, എടുത്ത ഗണ്ണുകൾ ആരെങ്കിലും ഒരാളെ കൈ കൊടുക്കുക. സ്റ്റീവ് ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, ഇല്ല സാറേ, സ്റ്റീവ് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ വിളിച്ചിട്ട് നമ്മൾ ഇതാക്കിക്കോളാം. എന്റെ പൊന്നെ, നിങ്ങൾ പറയണ്ട, നിങ്ങൾ എക്സ്പോർട്ടിനെ പറഞ്ഞിട്ടുണ്ടത്. ഓക്കെ, ഒരു മിനിറ്റ്, അത് ആരാ കിടന്നിടത്തുള്ളവരെ? എന്റെ സഹോദര, ഒരു കാര്യം ചോദിക്കട്ടെ, എക്സ്പോർട്ട് എന്നൊരു കാര്യം പറഞ്ഞല്ലോ, അത് മനസ്സിലാവാളോ? മലയാളം തെലുങ്ക് ഒന്നുമല്ലല്ലോ പുള്ളി പറഞ്ഞ്, കറക്റ്റ് ആയിട്ട് വന്നല്ലേ പോയെ? 4 വാക്കിന് കൊണ്ട് ഇറത്തിയിട്ട് കാര്യം പ്രോസസ് ചെയ്യും. അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ. ഒരു മിനിറ്റ്, 4 ഭാഗത്തോട്ട് ഇറത്തിയിട്ട് പ്രോസസ് ചെയ്ത് വിട്. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ. സേവിക്കല്ല അടിച്ചു പോകുന്നു, ചുമ്മാ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യല്ലേ. നിങ്ങളെ കൂടെ ബാക്കിയുള്ളവര് കോപ്പറേറ്റ് ചെയ്ത് പോകണ്ടേ? വെറുതെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ ഇവരാരും നിങ്ങളെ പേര് കേൾക്കുമ്പോഴോ നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോഴോ ആയിരത്തോട്ട് വരില്ല. ഓക്കെ, പ്രോസസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് അവർ ഓരോരുത്തരോട്ട് ചെയ്യും. ഓക്കെ, വേണ്ട, എടാ പറയുന്നേക്ക്, റേഡിയോ കേക്ക്. എന്തിനാണ് വണ്ടിക്കൊത്ത് ഇവർക്ക് തെലുങ്കാറാ ഞാൻ പറയണേ? മലയാളത്തിലല്ലേ പറയണേ? ഇവിടെ പ്രോസസ് ചെയ്ത് വിടാൻ വേണ്ടി പ്രോസസ് ചെയ്ത് വിട്. ഒരു മിനിറ്റ്, നിങ്ങൾ അവര് പറയണ കേൾക്കാൻ നിൽക്കുന്നോ ഞാൻ പറയണ കേൾക്കാൻ നിൽക്കുന്നോ? ഇവിടെ വെച്ച് MDT ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു വിട്, കാരണം ഇതൊരു ലോങ് പ്രോസസ്സാ. DH എന്ന് പറയുന്നത്. അതാ, നിക്ക് മുരളി, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ക്രിയേറ്റ്. ടേപ്പ് ചെയ്യുന്നുണ്ട് സാറിന്റെ മുഖത്ത്, ഭയങ്കര വേണ്ട, ആരും ടാപ്പ് ചെയ്യരുത്. ഉണ്ടായിരുന്നേ, ആരെങ്കിലും കീറി വിളിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ടാപ്പ് ചെയ്ത് വിടാം. വേണ്ടാത്ത ഇമോട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ റിപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം പറയട്ടെ, അതാർക്കാണ്? എക്സ്പോർട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറയാം, ഈ സിറ്റുവേഷൻ എക്സ്പോർട്ടിനെ പറഞ്ഞു വിടാൻ പറയാം. ഒരു മിനിറ്റ്, എന്താ സാറോ? ഒരു മിനിറ്റ്. വീനക്ക് കളിച്ച ചെയ്താനെ സാറേ, എന്താ സാറേ വീനക്ക് കളിച്ച സാറേ? എങ്ങനെ കളിക്കല് സാറേ? എന്താണ് സാറേ? അല്ലല്ല, നിലയ്ക്ക് എക്സ്കോഡ് പറഞ്ഞിട്ട് കേൾക്കാത്തവരൊക്കെ എക്സ്കോഡ് തീരുമാനിക്കട്ടെ. ഒരു കാര്യം ടോപ്പിക് എടുത്ത് ഇടലോ എന്ന് പറഞ്ഞ കേസുകള് ഈ സാറിനോടാണ് സാറ് സംസാരിച്ചോണ്ടുള്ളേ. സാർ നിങ്ങൾക്ക് എക്സ്കോഡ് വരട്ടെ, വെയിറ്റ്. എല്ലാവരും നല്ല സാർമാരോടല്ലേ ഞാൻ സംസാരിച്ചോണ്ടുള്ളത് സാറേ. ചുമ്മാ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യണത് എല്ലാം കൂടെ. ഇവന്മാരുടെ അടുത്ത് ആരും പിന്നെ അവസാനം ഇവര് കാണുമ്പോഴേ അവന്മാരെ മൈൻഡ് ചെയ്യത്തില്ല, പറഞ്ഞാൽ മനസ്സിലാവത്തൊന്നുമില്ല അവന്മാർക്ക്. ഓരോരുത്തരെ പ്രോസസ് ചെയ്തേ, നെയിം വെച്ചിട്ട്. ഒരാൾക്ക് മാത്രം ടേപ്പ് ഉണ്ട്, അയാളെ ടേപ്പ് റിമൂവ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാം. ഒരാൾ ആഡ് ചെയ്യല്ലേ? ഇവിടെ നിന്ന് ജയിലിലേക്ക് DH എക്സ്കോഡെ
എക്സ്കോഡിന്റെ സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇവര് ഇവിടെ വന്നിട്ട് പ്ലഗ് എക്സ്പ്ലോയിറ്റ് എന്നുള്ള കാര്യം ടേംസ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഓക്കെ, കുറെ നേരമായി ഇത് തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇരിക്കുന്ന എല്ലാവരും തന്നെയാണ്. എക്സ്കോഡ് വന്ന് സംസാരിച്ചു, എക്സ്കോഡിന്റെ ഞങ്ങൾ സംസാരിച്ചു, പിന്നെ എന്തിനാ ഈ ടേംസ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങളടുത്ത്? ഇതോ നിൽക്കുന്ന മുച്ചിരി. കളിക്കുന്നതിന് മുമ്പ് ഹെൽപ്പിട്ട് ഈ കാര്യം ചോദിച്ചായിരുന്നു ദൈവം. അപ്പൊ ദൈവം ചെയ്യത്തില്ല, ഓൾറെഡി കളിക്കുന്നതിന് മുമ്പ് ഇത് ഹെൽപ്പിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ബി അടിച്ച് കളിക്കുന്നത്. അപ്പൊ ബ്രോ ഒന്നും പറഞ്ഞില്ല, ഇത് ചെയ്യൂലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്, ഞാനവിടെ സംസാരിച്ചായിരുന്നു, അത് ചെക്ക് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബഗ് എക്സ്പ്ലോയിറ്റിൽ എന്നാണ്. ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാ. ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യാൻ എന്താണ് ഇവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? സീരിയസ്ലി ടേപ്പ് റിമൂവ് ആണ്. ബാക്കിയുള്ള ആരാ അത് ചെയ്യുന്നേ? ആഡ് ചെയ്യുന്ന ആരാ? മുരളി ആഡ് കറക്റ്റ് ആയിട്ട്. സാറേ എന്തിനാ സാറേ എന്നെ ഇപ്പം മൗത്ത് ടാപ്പ് ചെയ്തത് സാറേ? എക്സ്കോഡിനെ ഇപ്പൊ വിളിച്ച് വരുത്തിയതേ ഉള്ളൂ. ഇനി ആര് വിളിച്ച് വരുത്തി സാറേ? വയ്യ സാറിന് ചുമ്മാ മൗത്ത് ടാപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റൂല ഇവിടെ സാറേ. ഒരു മിനിറ്റ്, സാറിന് തോന്നിയ പോലെ ചെയ്യാനല്ല, മനസ്സിലായോ? സാർ ഒന്ന് മിണ്ടായിരിക്കാവോ? ആ സൗകര്യമില്ല മിണ്ടാണ്ടിരിക്കാൻ, മൗത്ത് ടാപ്പ് ആയിട്ട് മിണ്ടാണ്ടിരിക്കാനോ? അയ്യേ സംസാരിക്കാൻ വയ്യ, അതുകൊണ്ട് മൗത്ത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഇമോട്ട് ഇടുന്നത് ഞാൻ ക്ലിപ്പ് ചെയ്ത് അത് പുറത്ത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കും. ഇത് മിക്കവാറും എല്ലാ പീഡിയും ഇവരെ വെറുക്കും കേട്ടാ. ഇവര് DHO എല്ലാം അടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവന്മാരും ഇനി പോവത്തോലുമില്ല. എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കണേ? ഈ ലോകം മൊത്തൂടും വെറുപ്പിച്ചിട്ട് അവസാനം ഇവരോട് ആർപ്പ് കളിക്കാൻ ആരെങ്കിലും കാണോ? എന്തിനാണ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നത്? വീണ്ടും 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 ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാകും എത്രത്തോളം പ്രശ്നങ്ങളാണ്. എടാ ഒരു കാര്യം, എക്സ്കോഡിനെ വിളിച്ചിട്ട് ഞാനിത് വിടുകയാണ്. ഓക്കെ, എക്സ്കോഡ് തീരുമാനിക്കട്ടെ ഇവരെന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വയ്യ, മടുക്കുന്നു. നമ്മളെന്തെങ്കിലും പറയണ്ടേ? പറയുന്നേ ഇല്ല, ഞാൻ എക്സ്പോർട്ടിനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഇതിനകത്ത് മാത്രം ഇരുന്നാൽ മതിയോ? എടാ കൊടുക്കുന്നുണ്ട് അവൻ പയ്യെ. ഞാൻ സപ്പോർട്ട് വിസിയിൽ അങ്ങനെ പോകും. മലര് ഒരു ലിമിറ്റ് ഉണ്ട്, വെറുപ്പിച്ച് പണ്ടാരടക്കണത്. കുഴപ്പമില്ല. അതിന് ഞാനിപ്പോ എക്സ്പോർട്ടിനെ വിളിക്കുന്നുണ്ട്. ഇത് ഞാൻ ആ പ്രോസസ് ചെയ്ത് പുറത്തോട്ട് പോകുന്ന രീതിയിൽ പോവാം.